ഇന്നത്തെ ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് നല്ലൊരു പഴുത്ത ഏത്തക്ക ഇരിക്കുന്ന കണ്ട. അതെന്താ കഥയെന്നറിയോ? പച്ച ഏത്തക്ക മേടിച്ച് അത് അവിടെ ഇരുന്ന് അങ്ങോട്ട് പഴുത്ത്. അപ്പം അതിന് കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് അതും വെച്ചിട്ട് ഒരു പുളിങ്കറി ഉണ്ടാക്കാമെന്ന് വെച്ചു. ഏത്തക്ക പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദേ ആ ഏത്തക്കയൊക്കെ കട്ട് ചെയ്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, അതിനാവശ്യമായിട്ടുള്ള എരിവിന് വേണ്ട പച്ചമുളകും കൂടി ഇട്ടൊന്ന് വഴത്താനായിട്ട് വെക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കേട്ടോ. ഇനി അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുക്കാം, പിന്നെ ജീരകം, പിന്നെ ചുവന്നുള്ളി, മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അരച്ചെടുക്കുക. ഈ സമയത്ത് വെളുത്തുള്ളി ചേർക്കേണ്ടവർക്ക് ചേർക്കാൻ കേട്ടോ. ഞാനിപ്പോൾ വെളുത്തുള്ളി ഒന്നും ചേർത്തിട്ടില്ല. നല്ല വെന്തിരിക്കുന്ന ആ ഏത്തയ്ക്കകത്തോട്ട് നമ്മുടെ അരപ്പും കൂടി ഒഴിച്ച് അതൊന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ അകത്തോട്ട് നമ്മുടെ തൈരും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാകുമ്പോൾ വാങ്ങി വെക്കുക. ചൂടാകുമ്പോഴേ വാങ്ങണം, തിളച്ച് പോകരുത്. അതിനുശേഷം നമുക്ക് അതിൻ്റെ അകത്തോട്ട് കടുക് വറുത്തോട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാണ് കറക്റ്റ് ടേസ്റ്റ് ആകുന്നത്. അപ്പോൾ നല്ല വറ്റൽമുളകൊക്കെ ഉണ്ടെങ്കിൽ 2-3 അവിടെ ചേർക്കുന്നതല്ല. എനിക്കിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഒരെണ്ണേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ആ കൂട്ടത്തിൽ കടുക് വറുക്കുന്ന കൂട്ടത്തിൽ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഒരു പിഞ്ച് മുളക് പൊടിയും ഇടുമ്പോൾ നല്ലൊരു കളറൂടെ കിട്ടും. അങ്ങനെ ദേ നമ്മുടെ കറി റെഡിയായി. എന്ത് പെട്ടെന്നല്ലേ. അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ ഇതുപോലെ ഏത്തക്കയൊക്കെ പഴുത്തതൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി. എനിക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.